എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് സംവിധായകൻ എത്ര തവണ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരു 200 പ്രാവശ്യമെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. എല്ലാ കോഴിക്കോട് നിവാസികൾക്കും എൻ്റെ സ്നേഹം. ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു ഷിബു ചക്രവർത്തിയും ഞങ്ങളെ രണ്ടുപേരും വേർപിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേർപിരിക്കാൻ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു നഗരമാണ് കോഴിക്കോട്. 52 വർഷം മുമ്പ് ഇവിടെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് ഇന്ന് 76ാം കൊല്ലത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 75ാം വാർഷികത്തിനൊക്കെ ഞാൻ വരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അന്ന് 16-17 വയസ്സുള്ള സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോട്. എൻ്റെ ജീവിതത്തിൽ പാട്ടിനെ, സംഗീതത്തിനെ ഇത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ആൾക്കാരെയും ഞാൻ ഈ കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല. അത് കോഴിക്കോട്. കലാകാരന്മാരെ കാണുമ്പോൾ അവരോടുള്ള ആദരവ്, അവരോടുള്ള സ്നേഹം, ഇതൊന്നും വേറെ എങ്ങും കാണാൻ പറ്റില്ല. അത് തന്നെ ഇന്നത്തെ വെരുവായിട്ട് ഇവിടെ സ്വീകരിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പാട്ടിലേക്ക് വരാം. 2 വാക്ക്, സമയക്കുറവുണ്ട്, എന്നാലും പറയാം. എന്നെ ഈ പടത്തിൻ്റെ പാട്ടിനായി ക്ഷണിച്ചപ്പോൾ ഇതിൽ കുറച്ച് അനേകം പാട്ടുകളുണ്ട്. പക്ഷേ ഒരു പാട്ട് പ്രത്യേകിച്ചും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ടായിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷിബു ചക്രവർത്തി എല്ലാവരും കൂടി ആ പാട്ട് നിങ്ങളുണ്ടാക്കിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. പിന്നെ ഇതിൻ്റെ നിങ്ങൾ ബോസ് എന്ന് വിളിക്കുന്ന, ഓഫ് കോഴ്സ് ഇതിനെ ബോസിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്, റിനി മാഡം. അവരെയും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവരാണ് കണക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പാട്ട് വേണം. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇത് ഒരു പാട്ട് മാത്രം ഇത്ര ഗംഭീര പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പാട്ടുകൾ 45-48 കൊല്ലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഇവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ സാരഥി നാസർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് ടൈപ്പ് പാട്ട് വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു പ്രണയഗാനമാണ്, എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ സോങ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പാട്ടുകൾ ഒന്ന് കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ ഗാനം. അപ്പം ഞാൻ മനസ്സിലായി ഇതൊരു പ്രണയഗാനമാണ്, എന്തിനെത്ര ഒരു. അല്ലെങ്കിൽ മറ്റൊരു പാട്ട് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. ടെൻഷൻ വർദ്ധിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിനോടുള്ള അഭിരുചിയാണ് ഞാൻ പറയുന്നത്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട പാട്ടുകളാണ് അദ്ദേഹം എൻ്റെ അടുത്ത്. അത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടായിപ്പോയി. അത് ക്ലാസിക്സ് ആണ്. അതേപോലെ ഒരു പാട്ടുണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ ഇന്നത്തെ ജനറേഷനും കൂടി ഒരു പാട്ട് വേണം. അപ്പോൾ നല്ല പാട്ടാകണം, ബെൻസി പ്രൊഡക്ഷൻസിന് ഇഷ്ടമാകണം, ഞങ്ങൾക്ക് ഇഷ്ടമാകണം, നിങ്ങൾക്കും ഇഷ്ടമാകണം. അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ പിന്നിലെ ശ്രമം. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് സംവിധായകൻ എത്ര തവണ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരു 200 പ്രാവശ്യമെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്.
റീ റെക്കോർഡിങ്ങിൻ്റെ പല സ്റ്റേജുകളിൽ ചെയ്ത റീ റെക്കോർഡിങ് വീണ്ടും വീണ്ടും മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം അത്രമാത്രം എനിക്ക് അഡിക്റ്റായി പോയിട്ടുള്ളൊരു പടമാണ്. സംവിധായകൻ പറഞ്ഞ പോലെ നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ട് നല്ലതോ ചീത്തയോ നിങ്ങൾ വിധി എഴുതണം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മളുടെ ആവശ്യം. നിങ്ങൾ കണ്ടിട്ട് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലതോ ചീത്തയോ എഴുതിക്കുക, പക്ഷെ കാണണം, കാണാതിരിക്കാൻ പാടില്ല. അതൊരു റിക്വസ്റ്റാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാകില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം ഞാൻ 200 പ്രാവശ്യം ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 100 പ്രാവശ്യമെങ്കിലും എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഈ പടം കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് അടുക്കളയിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ശരി, എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറയും പടം കാണാൻ വരണം. ആ പണി അടുപ്പത്തുള്ള സാധനം അവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് എൻ്റെ കൂടെ വന്നിരുന്ന് ഫുൾ പടം കാണും. ഒരു 100 പ്രാവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ ശാരീരികമായിട്ടുള്ള ക്ഷീണം കാരണം ഉറക്കം വരും. പക്ഷേ പുള്ളിക്കാരത്തി ഉറങ്ങത്തേ ഇല്ല. ഓരോ തമാശകളും നല്ല ഇതിൽ ഓക്കെ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ഒക്കെ കൊച്ചു പിള്ളേരാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ അക്തർ ഫുൾ അഷ്കർ എനിക്ക് സോറി കേട്ടോ, എനിക്ക് പുതിയ പിള്ളേരുടെ പേരൊന്നും അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സിസ്റ്ററുടെ മകൻ. ഓക്കെ, അപ്പോൾ അതിലൊരു വലിയൊരു എനിക്കൊരു അവകാശം ഞാൻ പറയാലോ. അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മനസ്സിലൊരു വെറുതൊരു ആഗ്രഹം, മോഹം, അത്രയേ ഉള്ളൂ. അത് നടന്നില്ല, ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊരു ചെറിയൊരു ആശ്വാസമാണ്. മമ്മൂട്ടിയുടെ സിസ്റ്ററുടെ മകൻ ഇതിൽ അഭിനയിക്കും. പക്ഷെ വെറുതെ പേരല്ല കേട്ടോ, ഇതിൽ അഭിനയിക്കുമ്പോൾ എത്ര എത്ര നാച്ചുറലായിട്ട് സർക്കാസ്റ്റിക്കായിട്ട്, ഫൈറ്റ് പിക്ചറൊന്നും അല്ലത്, വളരെ ഹ്യൂമർ കലർന്ന നല്ല സ്റ്റോറിയുള്ള, അതൊക്കെ നിങ്ങൾ കണ്ട കഥയൊന്നും പറയുന്നില്ല. പക്ഷെ അത് അതിമനോഹരമായിട്ട് എത്രയോ 100 പടം അഭിനയിച്ച ലാഘവത്തോട് കൂടിയിട്ടാണ് അഷ്കർ സോറി ടു ബിഗിൻ അഷ്കറാണ് കേട്ടോ. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിലെ പലരും പിന്നെ ഇതിൽ ഓഫ്കോഴ്സ് എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് വേണമെങ്കിൽ വിളിക്കാം. 20-22 വയസ്സ് മുതലുള്ള പരിചയമാണ് സിദ്ദിഖിൻ്റെ മകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷഹീനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച എൻ്റെ മുമ്പിൽ ഇതേ ഒരു കൊച്ചു കുഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ സുഹൃത്തുക്കളായിരുന്ന അനിൽ ബാബു സംവിധായകൻ്റെ മകളാണ് ആ കുട്ടിയും. പിന്നെ മറ്റൊരു കുട്ടിയുണ്ട്. പക്ഷേ ഈ കുട്ടിയാണ് ഒരുപാട് പാട്ടൊക്കെ പാടി എന്നെ ഞെട്ടിച്ചത് ഈ പാട്ടിൽ. അപ്പോൾ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. വളരെ നന്നായിട്ട് വരും. നിങ്ങൾ കണ്ടിട്ട് വിധി എഴുതല്ല, കാണണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. വിധി നിങ്ങൾ എഴുതാതിരിക്കുക ചെയ്യും, പക്ഷെ കാണണം. പിന്നെ ഇതിൽ ഓരോരുത്തരും പറയുകയാണെങ്കിൽ മൈ ഗുഡ്നസ്, ഒരാളെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ എൻ്റെ ഒപ്പൊക്കെ എന്നേക്കാൾ സീനിയറാണെന്ന് തോന്നുന്നു കരമന ജനാർദ്ദൻ ചേട്ടൻ്റെ മകൻ സുധീർ കരമന. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കരിയറിലെ ഏറ്റവും നല്ല റോളായിരിക്കും. പിന്നെ എന്നെ ഒരുപാട് പേര് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുന്നില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കും അബു സലീം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ജിമ്മായിട്ട് കട്ടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ, ശരീരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കൊരു ഇടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവും തോന്നും. പക്ഷെ അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്ന റോളെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള ഹ്യൂമർ സെൻസോട് കൂടിയിട്ട്, ഇങ്ങനെയൊക്കെ ഹ്യൂമർ സെൻസിന് മനുഷ്യനുണ്ടാകും. അതായത് ഹ്യൂമർ അദ്ദേഹം ചെയ്യുന്നില്ല, അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യുന്നു, വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട്. നമുക്കത് വളരെ വലിയ കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ സിറ്റുവേഷൻ, അതതിൻ്റെ സംവിധായകൻ അതെങ്ങനെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അബു സലീം ഗംഭീരമായിട്ട് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിമായിരിക്കും. എല്ലാവരുടെയും ബെസ്റ്റ് ഫിലിം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ പിറന്ന ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു പാട്ടായിരിക്കും നമ്മുടെ ബെസ്റ്റിയിലുള്ളത്. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം.
പാട്ട് കേൾക്കണം, സിനിമ കാണണം. എല്ലാവർക്കും വന്നവർക്ക് മിസ്സിസ് നാസറിൻ അവർക്കും നന്ദി അറിയിക്കുകയാണ്. അവരും എൻ്റെ വീട്ടിൽ വന്നിട്ട് പടം കണ്ട് എന്നെയൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരെ മറക്കാൻ പറ്റില്ല. അവരുടെ കൂടെ ഇനിയും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, അതാരെന്ന് എനിക്കറിയില്ല. എന്തായാലും വന്ന എല്ലാ കോഴിക്കോട്ടുകാർക്കും വൺസ് അഗൈൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഔസേപ്പ് പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒന്നും ബാക്കിയില്ല. അങ്ങനെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പാട്ടുണ്ടാക്കിയത് സത്യത്തിൽ വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഔസേപ്പ് പറഞ്ഞ പോലെ പ്രാണസഖി പോലെ ഇന്ന് പാട്ടുണ്ടാക്കിയാൽ ഞാൻ ഇയാളുടെ പറഞ്ഞു പിന്നെ പാട്ട് ചെയ്യേണ്ടി വരില്ല. കാരണം പഴയ വയസ്സന്മാരെന്തൊക്കെ അടിച്ചു വെച്ചു എന്നുള്ളതായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ പഴയ മെലഡിയും വേണം, പഴയ ലിറിക്കൽ ക്വാളിറ്റി വേണം, ഒപ്പം പുതുതാണെന്ന് തോന്നുകയും വേണം. അതെന്തായാലും ഔസേപ്പ് വളരെ ബുദ്ധിപൂർവ്വം സൗന്ദര്യാത്മകമായിട്ട് അത് ചെയ്തു. അതിനേക്കാളപ്പുറം ഈ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ 5-6 വർഷം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മീഡിയ വണ്ണിൻ്റെ പ്രോഗ്രാം ഹെഡായിട്ട് ഒരുപാട് സൗഹൃദവും ഒപ്പം തന്നെ രുചിയും തൊട്ടറിഞ്ഞതാണ് ഇവിടെ നിന്ന്. ഇന്നും ആ ബന്ധം സൂക്ഷിക്കുന്നു. ആ സ്നേഹം കോഴിക്കോടുകാരോടുണ്ട്. ഏതായാലും ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ അവസരം തന്ന ബെസ്റ്റ് ഫിലിംസിനോട് ഒരുപാട് പ്രാവശ്യം നമ്മൾ വിളിച്ച് സംസാരിക്കാൻ ചെയ്ത റിനിയോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഒരു 4 വർഷം മുന്നേ ഒരു കഥയുമായി ഷാജി പട്ടിക്കര എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഥ കേട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരാളാണ് അബ്ദുൽ നാസർ ബോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോസ്. അദ്ദേഹത്തിൻ്റെ ഒരു കൈ തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നൊരു ഡയറക്ടറായത്, ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വീണ്ടും ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലുള്ള ഒരു സിനിമ ചെയ്യാൻ വീണ്ടും അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട ബോസിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ചീഫ് ടെക്നീഷ്യന്മാരിൽ ഒരാളായ ഔസേപ്പ് ബച്ചൻ സാറ്, ഷിബു ചക്രവർത്തി ചേതൻ, പിന്നെ അൻവർ അമൻ, പിന്നെ പ്രിയപ്പെട്ട അഷ്കർ, ശ്രവണ, ഗോകുലൻ, തിരു, അങ്ങനെ സുന്ദര പാണ്ഡ്യൻ, അമ്പി, പിന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഞങ്ങളുടെ മറ്റൊരു നായികയായ സാക്ഷി അഗർവാൾ, പിന്നെ കോ ആർട്ടിസ്റ്റായ ഷെയ്ൻ സിദ്ദീഖ്, അതോടൊപ്പം തന്നെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബെൻസി പ്രൊഡക്ഷൻ ഹൗസിൻ്റെ താത്ത എന്ന് ഞങ്ങൾ വിളിക്കുന്ന നൂർജാത്ത വന്നിട്ടുണ്ട്. നൂർജാത്തക്ക് നന്ദി പറയുന്നു. അതേപോലെ ബെൻസിയിലെ എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ഇങ്ങനെ സിനിമ ചെയ്യാൻ അവസരം തന്ന. അതുപോലെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കട്ടക്ക് നിന്ന പലരും ഉണ്ട്. അതിലൊരു 3 പേരെ പറയാൻ. റിനി, അനിൽകുമാർ എന്ന റിനി മേഡം, പിന്നെ നസീമത്ത, പിന്നെ റാഷിദ്. കൂടെ എന്നും ഏത് സിനിമ ചെയ്യുമ്പോഴും ഏറ്റവും കൂടെ നിന്നത് അവരാണ്. അപ്പോൾ അവരോട് ഹൃദയം ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. സിനിമ കാണലും ഇഷ്ടപ്പെടലും നിങ്ങളാണ്. ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന് മാത്രമേ ഇന്ന് ഞങ്ങളെല്ലാവരോടും പറയുള്ളൂ. നല്ലതാണോ പൊട്ടയാണെന്ന് ചിന്തിക്കേണ്ടതും പറയേണ്ടതും നിങ്ങളാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഓഡിയോ ലോഞ്ചിൻ്റെ ഒരു അവസരമാണ്. സിനിമ 24-ാം തീയതിയാണ് ഇറങ്ങുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഓഡിയോ ലോഞ്ച് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. താങ്ക് യു. ആ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. നമ്മുടെ ഓഡിയോസ് എടുത്ത മില്ലേനിയം സജിയേട്ടനുണ്ട്. സജിയേട്ടനോട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ പടം തുടങ്ങിയ അവസാനം മുതൽ കൂടെ വന്ന എസ് മുരുകൻ ചേട്ടൻ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ പ്രദീപ്, അബു സലീംക, പിന്നെ ബിനു മുരളി, എല്ലാവർക്കും മറന്നുപോയതിൽ ക്ഷമിക്കണം. നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന വാക്കുകളായിരുന്നു തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്കിനി നമ്മുടെ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാമുള്ള നമ്മുടെ ഒരു മ്യൂസിക്കൽ പ്രമോയിലേക്കാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അല്ലേ? റെഡി? വീഡിയോ പ്ലീസ്. നമസ്കാരം.
നമസ്കാരം. നമസ്കാരം കോഴിക്കോട്. ഹായ്. എൻ്റെ DNA സിനിമ അടുത്ത് ബെസ്റ്റി റിലീസാകാൻ പോവാണ്. പുതുവത്സരം പ്രമാണിച്ച് വലിയൊരു സർപ്രൈസാണ്, വലിയ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം KV അബ്ദുൽ നാസർ സാർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടച്ചോൻ രൂപത്തിൽ ഓരോന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊരു പടച്ചോൻ്റെ രൂപത്തിൽ വന്ന ഒരാളാണ് ബോസ്. ബോസിൻ്റെ പടം രണ്ടാമത്തെ പടമാണ് ബെസ്റ്റി. അതിലൊരു നായകനാണോ വില്ലനാണോ രണ്ടുമുണ്ട്. അപ്പോൾ അതിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ്, നല്ലൊരു കോമഡിയും എല്ലാം കൂടെ കൈകാര്യം ചെയ്ത് എന്നെ ഇതിലൊരു കോമഡി ക്യാരക്ടറാക്കി വില്ലനാക്കിയൊക്കെ ചെയ്യിച്ചത് എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട്. കാരണം ഷാനു സമദ് അദ്ദേഹത്തോട് ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം എന്നെ ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഫാമിലിയാണ്, കുടുംബമാണ്. അത് പറഞ്ഞാൽ എവിടെയും എത്തത്തില്ല. ഒരു വേറെ ബന്ധങ്ങളുണ്ടാവും, ഒരു ഭയങ്കര സെൻറ്റിമെൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വലിയൊരു അവസരങ്ങൾ തന്ന എൻ്റെ ബോസിനോട് ഒരുപാട് നന്ദി. അതുപോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ എല്ലാ ടീമിനോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഔസേഫ് സാർ ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഷിബു സാറൊക്കെ ഒരുപാട് വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളുള്ള എല്ലാവരും നല്ലൊരു വലിയൊരു ഫാമിലിയാണ്. അതുപോലെ റിനി മേഡം, നസീമത്ത, റാഷിദ്, ഞങ്ങളുടെ കുടുംബമാണിത്. ഒരുപാട് വർഷങ്ങൾ, എനിക്കൊരു 5 വർഷം ആയിട്ടുള്ള ബന്ധമാണ് ഈ ബെൻസി പ്രൊഡക്ഷൻസുമായിട്ട്. അതുകൊണ്ട് എല്ലാ പടത്തിലും എനിക്ക് ചാൻസ് തന്നെയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ പടത്തിലും എന്നെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത പടം വേറെ പടം റിലീസിന് നിൽക്കുകയാണ്. അപ്പോൾ ബോസ് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അദ്ദേഹം എന്നെ സിനിമയിൽ കൊണ്ടുവരാൻ എനിക്കൊരു അവസരം തരണമെന്ന് ഓർത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി അവസരത്തിൽ പറയും. കാരണം സിനിമ ഒരുപാട് ഇപ്പം നിൽക്കുന്ന ഭയങ്കര കോമ്പറ്റേറ്റീവ്, അതിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇതിൽ അവസരത്തിൽ കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ വൈഫ് ഇതാണ്. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇനി തിയേറ്ററിൽ 24-ാം തീയതി റിലീസാണ്. അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളെ പോലെയുള്ള എളിയ കലാകാരികളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ, നല്ല കോമഡി ഉണ്ട്, നല്ല ഇവരൊക്കെ റൊമാൻസ്, ഭയങ്കര പ്രണയവും പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നിങ്ങളൊരു ഹാപ്പി അല്ല, അത് പുതുവത്സരമല്ലേ, ന്യൂ ഇയർ അല്ലേ, ഹാപ്പിയാണോ? അടിപൊളി. അതിപ്പോൾ ഒരു കൈയറിയാലോ നമുക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ പറ്റില്ല. 24-ാം തീയതി പടം റിലീസാണ്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ബെസ്റ്റി, നിങ്ങൾ കുറെ ബെസ്റ്റിമാരുണ്ടോ? ഉണ്ടോ? ബെസ്റ്റീസ് ഉണ്ടോ? ഇല്ലേ? അപ്പോൾ ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു ഗോകുലം സാറിനോട് ഒരുപാട് താങ്ക്സ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്റ്റേജിൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മുടെ നായികയുടെ കൊടുക്കാം. താങ്ക് യു. ഹലോ കോഴിക്കോട്. ഹലോ, ഹായ്. നേരത്തെ മുകളിലുള്ള ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഹായ് തന്നു. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കോഴിക്കോട് രക്തമുണ്ട്. എൻ്റെ അച്ഛൻ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ എല്ലാ വെക്കേഷനും ഞങ്ങൾ കോഴിക്കോട്ട് വരാറുണ്ട്. കോഴിക്കോട്ട് ഹൽവ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, കഴിക്കാണ്ടിരിക്കാറില്ല. ആ ഹൽവ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആദ്യമായി ബെസ്റ്റിയുടെ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ തോന്നിയത്. കാരണം എല്ലാവരും അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് വരവേറ്റത്. എനിക്ക് തോന്നുന്നു ആ ഒരു ടീമിൽ ഞാനാണ് ആദ്യമായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ എല്ലാവരും അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറി. അബ്ദുൽ നാസർ സാറിനോട് ഞങ്ങളെല്ലാവരും ബോസ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാൽ തീരില്ല. പിന്നെ ഷാൻ ചേട്ടൻ, ഞാൻ ഇറ്റ് ഫോക്ക് എന്നുള്ള പരിപാടിക്ക് പോയപ്പോൾ അവിടെ എന്നെ കണ്ട് സ്പോട്ട് ചെയ്തിട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷാൻ ചേട്ടനാണ് എന്നെ ഈ ഒരു ഫാമിലിയിലേക്ക്, ബെസ്റ്റി ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതേപോലെ റെനി മാഡം, റാഷിക, എല്ലാവരും ഈ സിനിമയിൽ മുൻപിലും പിന്നിലുമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അഷ്കറിക്ക, ഷഹീൻ ചേട്ടൻ, സാക്ഷി, എല്ലാവരും അത്രയും നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇന്ന് ഈ
ഓഡിയോ ലോഞ്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സോങ് തന്നെ പ്ലേ ചെയ്തു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിന് വീണ്ടും ഞാൻ ഈ ടീമിലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ചെറിയൊരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ചേട്ടൻ പറഞ്ഞു നേരത്തെ ദൈവത്തിൻ്റെ കരങ്ങളുള്ള ഒരു ഫാമിലിയാണ്. തീർച്ചയായിട്ടും എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് എക്സാക്ട്ലി ഈ ടൈമിൽ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ ഔസേപ്പ് ബച്ചൻ സാറിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഞാൻ ബാക്കിൽ നിന്നിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് മുൻപിൽ എത്തുന്നതിന് മുൻപ് സാർ ആ പരിപാടിയിൽ നിന്നും പോയി അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ അന്ന് പക്ഷെ ജസ്റ്റ് ഒന്ന് സാറിങ്ങനെ നമ്മളെ ഒരു ആരാധിക എന്നുള്ള രീതിയിലൊരു ഹായ് കാണിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളിലൂടെ തന്നെ എന്നെപ്പറ്റി ഒരു പേര് സൂചിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. അതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ടും പ്രാർത്ഥനയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദൈവമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള പോലെ ഈ സിനിമയുടെ ത്രൂ ഔട്ട് എല്ലാ ഷെഡ്യൂൾസും വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് തന്നെ പ്രൊഡക്ഷൻ അബ്ദുൽ നാസിർ സാർ ഉറപ്പുവരുത്തിയിരുന്നു. ഇന്നലെ പോലും എനിക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും അവിടുന്ന് ആഹാരം കഴിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അഷ്കരൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു കുടുംബത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയ ഷാൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും ഈ പ്രൊഡക്ഷൻ്റെയും ഈ ടീമിൻ്റെയും ഒക്കെ ഒപ്പം സിനിമ ചെയ്യാനും ഇനിയും ഔസേപ്പ് ബച്ചൻ സാറും ഷിബു സാറും ഒക്കെ എഴുതിയ വരികൾക്ക് അഭിനയിക്കാൻ സാധിക്കാനും ഞാൻ ഹൃദയം നിറഞ്ഞ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കോഴിക്കോട് ആൻഡ് ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. 24-ാം തീയതി ഞങ്ങളുടെ പടം എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ. അതേപോലെ നിങ്ങളുടെ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇല്ലേ? ബെസ്റ്റ് ഇല്ലേ എല്ലാവർക്കും? ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല നമുക്ക് എല്ലാവർക്കും. ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ബെസ്റ്റിനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു നന്മയുള്ള സിനിമ കണ്ട് ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആണ്. അപ്പോൾ ഇത്രയേറെ രുചികൾ നമ്മുടെ കേരളത്തിൻ്റെ മലബാറിൻ്റെ രുചികൾ നമുക്ക് ഒരിക്കൽ കൂടെ കാണിച്ചു തന്ന ആളാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് വാ. താങ്ക് യു. കോഴിക്കോട് കേരളത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഞാൻ ഏതാണ്ട് 20 കൊല്ലം മുമ്പ് മെഹബിൻ എന്ന ഒരു ആൽബത്തിലൂടെയാണ് ഈ സംഗീത ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ശിവചേട്ടനായിട്ട് പരിചയമുണ്ട്. ശിവചേട്ടൻ്റെ മീഡിയമല്ലേ എന്താ MIT മൂസയുടെ ടൈറ്റിൽ സോങ് ചെയ്തത് ഞാനാണ്. പിന്നെ ഔസേപ്പൻ സാർ നമ്മുടെ ഗുരുതുല്യനായ ഔസേപ്പൻ സാറിൻ്റെ മുമ്പിൽ വെച്ച് ഔസേപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ അത് നന്ദിയുണ്ട്. പിന്നെ ഇതിൽ കണക്ട് ചെയ്ത് തന്ന പാരിഷ, പ്രിനി മാഡം, ഇതിൻ്റെ ഡയറക്ടർ ഷാലു, പിന്നെ എല്ലാത്തിലുപരി ബോസ്, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും ഈ സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളുടെ പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം അഷ്റഫ് മഞ്ചേരി, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. ഒരുപാട് സന്തോഷമുണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്കിന്ന് ഈ ബെസ്റ്റിയുടെ ഫംഗ്ഷനുമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. അതോടൊപ്പം തന്നെ ഔസേപ്പ് സാറിൻ്റെയും ശിവചന്ദ്രൻ സാറിൻ്റെയൊക്കെ മുമ്പിൽ നമുക്ക് ഇന്ന് സംസാരിക്കാൻ ഈ പുതുവത്സരത്തിൽ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അബൂക്കയായിട്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഒരുപാട് സിനിമയിൽ അബൂക്കയോട് അഭിനയിക്കാൻ സാധിച്ചു. ഇന്ന് ഒരു സഹോദരനെ പോലെ കൂടെ നിർത്തുന്ന അബൂക്ക മാമിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷം. അപ്പം ബെസ്റ്റ് എന്ന സിനിമ ജാനുവരി 24 റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ ഈ ഫംഗ്ഷൻ നമുക്കിവിടെ റെഡിയാക്കി തന്ന ഗോപാലൻ സാർ, പിന്നെ നമ്മുടെ ഈ സിനിമയുടെ എല്ലാമായ പ്രൊഡ്യൂസർ അബ്ദുൽ നാസർ സാർ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാനുവിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അഷ്കറിനും ശ്രാവണയ്ക്കും ഈ 2025 നല്ലൊരു തുടക്കമാട്ടെ ഞാൻ ആശംസിക്കുന്നു. ഒപ്പം റാഷി, മുരുകണ്ണൻ, ബിനുച്ചേട്ടൻ, നിമി മാം, എല്ലാവർക്കും നന്ദി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ അഷ്കറിൻ്റെ ഒരു മാസ് ഫൈറ്റും നിങ്ങൾക്ക് കാണാം. ഫീനിക്സ് പ്രഭുവാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. താങ്ക് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ ഒരു ചെറിയ വില്ലൻ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം
അവസരമൊക്കെ തന്നതിൻ്റെ ഡയറക്ടറോടും പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ സാറിനോടും നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഇല്ലാതെ പോയതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സങ്കടം. കാരണം ഞാൻ കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചെറിയൊരു വിഷമം. തൽക്കാലം എന്തായാലും വൈഫിനെ കൂട്ടിക്കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബെസ്റ്റേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഹായ് കോഴിക്കോട്. ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. അത് എൻ്റെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതിലെ ലാസ്റ്റ് നിമിഷത്തിലാണ് ഷാരൂഖ് എന്നെ ഈ ഒരു ക്യാരക്ടറിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ശ്രവണയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പ്രൊഡക്ഷൻസും ബെൻസി പ്രൊഡക്ഷൻസിനും ഒരുപാട് സന്തോഷം, നന്ദി. അപ്പോൾ വരുന്ന 24-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാനിനി പറയുന്നൊരു 3 പേരുകൾ പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൈയടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നെ ഈ പടത്തിലേക്ക് ക്ഷണിച്ച ബോസ് എന്ന് പറയുന്ന ഈ ബെസ്റ്റി ഫാമിലിയുടെ എല്ലാം ക്യാപ്റ്റൻ, അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഷൂട്ടിന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആ പേര്. അപ്പം നമ്മുടെ ഉള്ളിലൊരു ചിത്രം ഉണ്ടാവുമല്ലോ, ബോസ് എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയായിരുന്നു, നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്നെ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ കൺട്രോളർ, എന്നെ വിശ്വസിച്ച മുരുകണ്ണന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നെ വിശ്വസിച്ച ഡയറക്ടർ. ഇനി ഞാൻ പറഞ്ഞ ആ 3 കൈയടി, ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് വരുമ്പം ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ, ഇന്ത്യൻ സിനിമയുടെ കുലപതി മമ്മൂക്കയുടെ ചിത്രത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. 18-ാം പടി എന്ന് പറയുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തൊരു ആഡുണ്ട് ഓക്സിജൻ്റെ. അതിൽ പ്രിയപ്പെട്ട ദുൽഖർ സൽമാനിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. സോ അത് കഴിഞ്ഞ് അതേ ഫാമിലിയിലുള്ള അഷ്കർ ബ്രോയുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഒരു ഫാമിലിയുടെ കൂടെയാണ് ജേർണി ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരോടും പറയാനുള്ളത്, അവസരത്തിൽ സാറ് പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവരും കാണണം. സാർ ശ്രവണ പറഞ്ഞ പോലെ എനിക്കും ഒരു മെമ്മറി ഉണ്ട്. സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന 18-ാം പടിയുടെ ഡബിങ് കഴിഞ്ഞിട്ട് വിസ്മയ മാക്സ് ചെയ്യുമ്പോൾ സാറ് ഒരു റെക്കോർഡിങ് എന്തോ കഴിഞ്ഞിട്ട് പോകും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു സോങ് ഉണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലെ ഇനി എന്ത് നൽകണം എന്നുള്ള സോങ്. എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ആ ചെയ്ത മനുഷ്യനെ പോകുന്നത് എന്നേലും ഒന്ന് അടുത്തിരിക്കണം, ഒന്ന് കാണണം, വർത്തമാനം പറയണമെന്നുണ്ട്. സാർ താങ്ക് യു സോ മച്ച്. സാറ് വർക്ക് ചെയ്ത പടത്തിൽ എനിക്കും ഒരു പാർട്ടാകാൻ പറ്റിയത്. ആൻഡ് താങ്ക് യു സോ മച്ച്. കോഴിക്കോട് ഏറ്റവും പ്രിയപ്പെട്ട നഗരമാണ്. കോഴിക്കോട് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. കോഴിക്കോടിലെ രുചിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ നിങ്ങളുടെ ആളുകളുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വീർത്ത് പൊട്ടാറാവുന്നിടം വരെ സ്നേഹവും എല്ലാം വിളമ്പുന്നവരാണ് കോഴിക്കോടല്ല, നമ്മുടെ മലബാർ തൊട്ട് ഇങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെല്ലാൻ വേറെ ആൾക്കാരില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അവസരപ്പിച്ച സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു അനുഭവം പറയണം. ഞങ്ങളുടെ കഴിഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ ഈ പുതുമുഖങ്ങളാണ് എന്ന് പറഞ്ഞ് ആരും കയറിയില്ല, പരിചയമില്ലാത്ത മുഖങ്ങളാണെന്നും പറഞ്ഞ് കയറിയില്ല. നിങ്ങൾ കയറി കണ്ടാലേ ഞങ്ങളുടെ മുഖങ്ങൾ പരിചിതമാവുള്ളൂ. സോ പോയി കാണുക. അങ്ങനെ കാണാതെ പോയി ഇപ്പോൾ OTTയിൽ വന്നു കഴിയുമ്പോൾ കോഴിക്കോട് നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ പടത്തെക്കുറിച്ച് റിവ്യൂ വന്നത്. കൽബ് എന്നാണ് ആ സിനിമയുടെ പേര്. എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് പുതുമുഖങ്ങളാണ്, വലിയ താരങ്ങളില്ല എന്നൊന്നും പറഞ്ഞ് കയറാതിരിക്കരുത്. എല്ലാ വലിയ താരങ്ങളെയും ഉണ്ടാക്കുന്ന കിങ് മേക്കേഴ്സ് ഓഡിയൻസ് ആണ്. അപ്പോൾ 24-ാം തീയതി എല്ലാവരും പോയി കാണുക, സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ ഈ ദിവസത്തിന് ദൈവത്തിനോടും ഗുരുക്കന്മാരോടും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ബെസ്റ്റ് 24-ന് എല്ലാവരും പോയി കാണും. അതുപോലെ തന്നെ എനിക്ക് ബോസിനെ ഒന്ന് കാണണമെന്നൊന്ന് പറയണം. അന്ന് തൊട്ട് ഇങ്ങനെ പേര് കേൾക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് മുരുകണ്ണ. ടു മൈ ഡയറക്ടർ, മൈ സിനിമാട്ടോഗ്രാഫർ ജിനുചേട്ടൻ. പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറേ സൗഹൃദങ്ങളുണ്ട് ബെസ്റ്റി മൂവിയിൽ നിന്ന്. അവർ കുറച്ച് പേർ ഇനി എൻ്റെ ലൈഫ് ലോങ് ഉള്ളിടത്തോളം ബെസ്റ്റി ഫ്രണ്ട്സായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. ആൻഡ് റിനി മാം, ബാക്കി എല്ലാവരോടും നന്ദി. ആൻഡ് താങ്ക് യു.
അപ്പം നമ്മൾ ലെജൻസ് ഇവിടെ ഇരിക്കുന്നത് ഔസേപ്പച്ചൻ സാർ, ഷിബു ചക്രവർത്തി സാറ്, ഞങ്ങൾ നിരന്തരം വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണ്. ന്യൂ ഇയർ വിഷ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേജിൽ വിഷ് ചെയ്യാണ് എല്ലാവരെയും ഹാപ്പി ന്യൂ ഇയർ. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന നിരവധി ഗായകർ, സിയാവുലക്, അൻവറമൻ, ഷേജ, എല്ലാവരും നമ്മളെ സ്വന്തം സിംഗേഴ്സാണ്. ഒരു കുടുംബം പോലെ ഞങ്ങൾ ഒരുപാട് ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ സിനിമ സ്വപ്നം കാണാൻ എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുടെ പിൻബലം തന്നെ വേണം. അപ്പോൾ അതിന് 12 സിനിമകൾ പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞത് കുറച്ച് നേരത്തെ. ബോസ് എന്നറിയപ്പെടുന്ന നാസർ സാർ, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരേ ഒരു പ്രൊഡ്യൂസറെ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കനുസരിച്ച് സിനിമ എടുക്കുന്ന ആളുകളാണ്. പക്ഷെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു സിനിമ സൃഷ്ടിക്കുന്ന ഒരു പ്രൊഡ്യൂസറെ മലയാളത്തിലുള്ളൂ, അത് അദ്ദേഹമാണ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ നാസർ സാർ. അദ്ദേഹം സ്റ്റേജിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ ആ ഒരു ആശംസ അദ്ദേഹത്തെ കൺവേ ചെയ്യാൻ പറയുകയാണ്. പിന്നെ ഡയറക്ടർ ഷാനു, ഇതിനു മുമ്പുള്ള മുഹബത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സോങ്സ് എല്ലാം ഹിറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ സോങ്സിൻ്റെ പാർട്ട് ആണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇതിലും സോങ്സുകൾ ദൈവം സഹായിച്ച് ഹിറ്റാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സഹായം സഹകരണം, എല്ലാവരും സിനിമ കാണണം, എല്ലാവരുടെയും സഹായം സഹകരണം. വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അടുത്ത തലമുറയിൽ അറിയപ്പെട്ട ആർട്ടിസ്റ്റുകളുണ്ട്. നായിക സുന്ദരിയാണ് കേട്ടോ നായകനും. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, സഹകരിക്കണം, ഹിറ്റാക്കി കൊടുക്കണം, പാട്ടുകൾ കൂടെ. വെറ്ററൻ ആർട്ടിസ്റ്റാണ് കേട്ടോ. കല്യാണം കഴിച്ചതിന് ശേഷം അഭിനയിക്കാൻ വിട്ടിട്ടില്ല. പഴയ ഒരുപാട് സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചന്ദ്രമഴ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൽ മെയിൻ വില്ലനേഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പോകണം എന്ന് പറയുന്നുണ്ട്, പോകണ്ടെന്ന് ഞാനും പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്. ചിലപ്പം വന്നേക്കാം. ശരി, ഈ കുടുംബ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, എങ്കിലും ഒരു 2 വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ഇപ്പം എന്താ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇവരൊക്കെ പറഞ്ഞതുപോലെ കോഴിക്കോടിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയും നമ്മുടെ നാട്ടിനേക്കാളും മലബാറെന്ന് പറയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് കേട്ടപ്പം ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് വന്നേക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും പക്ഷെ എനിക്കത്ര വിശ്വാസം വന്നില്ല. ഇതിനിപ്പോൾ ഒരു മൂളിപ്പാട്ട് തമാശയ്ക്ക് പാടുന്ന ആളായാൽ പോലും ഇവരങ്ങ് സ്വന്തം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എടുത്തോളും. അതാണ് മലബാറിൽ വന്നുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യം. മലബാറിലേക്ക്, അതായത് കോഴിക്കോടിൻ്റെ മരുമകളായിട്ട് വന്നപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 വർഷമായി ഞാൻ ആ ഫീൽഡ് വിട്ടിട്ട്. ഇന്നും നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പം ഒരാളെങ്കിലും ചോദിക്കും, അല്ല ചന്ദനമഴ, അതാണ് അവർ. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ പോയാൽ ചിലപ്പം ആരും ശ്രദ്ധിക്കില്ല നമ്മളെ. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം, നല്ല ആളുകാർ, നന്നായിട്ട്, അതായത് അവർ സ്നേഹിച്ചാൽ ജീവൻ കൊടുത്ത് സ്നേഹിക്കും എന്ന് കേട്ടപ്പം ഞാൻ ഇത്രയും വിശ്വസിച്ചിരുന്നില്ല. ഈ നാട്ടിലേക്ക് വരാൻ സാധിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ ഒരു മ്യൂസിക് കമ്പനി അല്ലെ മ്യൂസിക് ഓഡിയോ ലോഞ്ചിൽ ആദ്യമായിട്ടാണ്. ഞാനങ്ങനെ പ്രോഗ്രാമുകളിലൊന്നും വരാറില്ല. ഒരുപാട് സന്തോഷം. എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്തായാലും വരുന്നുണ്ട്. റിൻ ചേച്ചി എന്നെ വിളിച്ചു, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായാലും വരണം, അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് കൂടെ അങ്ങ് പോകുന്നതാണ്. പക്ഷെ എത്ര ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും സർ, നമ്മുടെ ലാസ്റ്റ് സീരിയലിൽ സാറാണ് മ്യൂസിക് ചെയ്തത്. സന്തോഷം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ സിനിമയുടെ എല്ലാവർക്കും, പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും, എനിക്ക് ആരുടെയും പേര് അറിയില്ല, എടുത്തു പറയാനും എനിക്ക് പെട്ടെന്നായതുകൊണ്ട് ഒരു ഓർമ്മ കിട്ടുന്നില്ല. എല്ലാവർക്കും ഒരു സിനിമയുടെ നമ്മളൊരു ചെറിയൊരു സാധനം ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമ്പോൾ വലിയൊരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഇച്ഛൻ്റെ പരിപാടി എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നു. ഹാപ്പി ന്യൂ ഇയർ. ബിഗ്